നമ്മൾ ഓടി തുടങ്ങിയിട്ട് നമ്മുടെ ബാഗ് വീണ്ടും കളക്ട് ചെയ്തു. अभिलाष केरला वाले हैं? हाँ केरला से हाँ केरला से. ഹലോ എവരിവൺ, ഐ എം സഞ്ജയ്. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിലാണ്. സോ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റത്തെ സോളോ എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ടാണ്. വളരെ എക്സൈറ്റഡ് ആണ്. സോ ആദ്യം നമുക്ക് ഇവിടുന്ന് അത്താണിയിലേക്ക് പോകണം. അതിനുശേഷം അവിടുന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഓട്ടോ അല്ലെങ്കിൽ ടാക്സിയിൽ പോകാനുള്ള പ്ലാനിലാണ്. സോ ലെറ്റ്സ് ഗോ. ഈ കാണുന്നതാണ് നമ്മുടെ തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡ്. തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഈ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാണ് നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ബസ് തൃശ്ശൂരിൽ നിന്ന് എടുത്തപ്പോൾ വെറും 13 പേരാണ് ഈ ഒരു ബസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ചാലക്കുടി എത്തിയപ്പോഴേക്കും സീറ്റൊക്കെ ഫുള്ള് നിറഞ്ഞിട്ട് ആൾക്കാരൊക്കെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സോ നമ്മളങ്ങനെ അത്താണിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ നമ്മളോടൊരു ചേട്ടനെ കണ്ട് ആൾ പറഞ്ഞത് 107 രൂപ എന്നാണ് എയർപോർട്ടിലേക്ക്. സോ നമുക്ക് ആളുടെ വണ്ടിയിൽ എയർപോർട്ടിലേക്ക് പോവാം. ഇവിടെ കുന്നത്തങ്ങാടി തൃശ്ശൂർ. അതെ അരിമ്പൂര്. അതെ അതെ അതെ. ആ അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നൗ ലെറ്റ്സ് മൂവ് ടു ദ ബാഗ് ചെക്ക് ഇൻ ഏരിയ. ഈ കാണുന്നതാണ് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഇൻറ്റീരിയർ. നമ്മുടെ എയർ ഇന്ത്യേൻ്റെ കൗണ്ടർ വരുന്നത് ആ ഒരു സൈഡിലായിട്ടാണ്. പിന്നെ ആ കൗണ്ടറിലിരിക്കുന്ന കുട്ടീനെ കാണാൻ വളരെ നല്ല ലുക്കാണ്. നേരത്തെ എത്തിയതുകൊണ്ടാണെന്നുകൊണ്ട് നമുക്കൊന്ന് തിരക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല. സോ വേഗം തന്നെ നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഇനി സെക്യൂരിറ്റി ചെക്കിങ് ആയിട്ട് മുകളിലേക്ക് പോകാം. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഗേറ്റ് നമ്പർ 5 ആണ്. പിന്നെ സീറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 31B. അത് ഏറ്റവും ലാസ്റ്റായിട്ടാണ് വരിക ഒരു ഫ്ലൈറ്റിൻ്റെ. നമുക്ക് പോലുള്ള എയർ ഇന്ത്യയുടെ വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പുറത്തെ വേറെ ഇൻഡിഗോ വന്നിട്ടുണ്ട്. നമ്മൾ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റിൻ്റെ ആദ്യത്തെ 3 റോ ബിസിനസ് ക്ലാസ് സീറ്റുകളാണ്. പിന്നീടുള്ള സീറ്റുകൾ നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള എക്കോണമി ക്ലാസ് സീറ്റുകളാണ്. ഇവിടെ നമ്മുടെ സീറ്റിൻ്റെ മുമ്പിൽ അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്. പിന്നെ വെൽ കുഷൻഡ് ആയിട്ടുള്ള സീറ്റാണ്. പക്ഷേ സീറ്റിൻ്റെ മുമ്പിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റംസ് ഒന്നും നൽകിയിട്ടൊന്നുമില്ല. ഈ കാണുന്നതാണ് നമ്മുടെ സീറ്റ്. നമ്മുടെ സീറ്റിൻ്റെ പിന്നിലായിട്ട് ഒരു റോയും കൂടിയുണ്ട്. സോ നമ്മുടെ ജേണി ആരംഭിക്കുകയാണ്. 7:50 നമ്മുടെ ടേക്ക് ഓഫ്. അതുകൊണ്ട് പുറമേയുള്ള വിഷ്വൽസൊക്കെ വളരെ നന്നായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലാസ്റ്റത്തെ ലഡാക്ക് ട്രിപ്പിന് ശേഷം ഒരുപാട് ട്രിപ്പൊക്കെ വേറെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഫ്ലൈറ്റിൽ പിന്നെ കയറിയത് ഇപ്പോഴാണ്. അതിൻ്റെ ഒരു വലിയ എക്സൈറ്റ്മെൻറ്റ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ആഫ്റ്റർ 1 ഇയർ ദിസ് ഈസ് അവർ ഫസ്റ്റ് ടേക്ക് ഓഫ്. വളരെ നല്ല കാലാവസ്ഥയായിരുന്നുകൊണ്ട് ഏരിയൽ വ്യൂ ഒക്കെ വളരെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ കാണുന്ന മേഘങ്ങളിനെയാണ് സിറസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. വിസ്പി വൈറ്റ് സ്ട്രാൻഡ് അല്ലെങ്കിൽ തൂവലുകൾ പോലെയാണ് ഇത്തരം മേഘങ്ങൾ കാണപ്പെടാറുള്ളത്. സമയം 8:20 ഫ്ലൈറ്റിൽ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ബണ്ണ്, അപ്പം, വട, ബട്ടർ, ലസ്സി ഇതായിരുന്നു സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പേഴ്സണലി എനിക്ക് ഇതിലത്തെ മാംഗോ ലസ്സി വളരെയധികം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റിലത്തെ ടോയ്ലറ്റ്. ഈ ഒരു വിമാനത്തിൻ്റെ ടൈൽ എൻഡിൽ 2 വശത്തായിട്ട് ഇത്തരത്തിലുള്ള ടോയ്ലറ്റുകളുണ്ട്. വളരെയധികം കൺസ്ട്രക്റ്റഡ് ആണ്. പിന്നെ നമ്മളിപ്പോൾ ഈ കണ്ട പോലത്തെ ബയോ വാക്യൂം ടോയ്ലറ്റുകളാണ് ഈ വിമാനങ്ങളിലുള്ളത്. നമ്മളിപ്പോൾ മുംബൈ നഗരത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന പാലൊക്കെ രാത്രിയിൽ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള നൂലുകൾ പോലെയായിരിക്കും കാണപ്പെടുന്നത്. മുംബൈ നഗരത്തിൻ്റെ ഒരു ഏരിയൽ വ്യൂ ആണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടേക്ക് തിരിഞ്ഞു നോക്കിയാലും കാണാനുള്ളത് പടുകൂറ്റൻ ഫ്ലാറ്റുകളും വലിയ ബിൽഡിങ്ങുകളും മാത്രമാണ്. വ്യത്യസ്ത ഫ്ലൈറ്റുകളിനെ സ്പോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഫ്ലൈറ്റ് എന്തൂസിയാസ്റ്റുകൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു എയർപോർട്ടാണ് മുംബൈ എയർപോർട്ട്. കാരണം ഇന്ത്യയിലത്തെ മിക്ക എയർലൈനുകളുടെയും ഹബ്ബ് വരുന്നത് മുംബൈയിലാണ്. ഇന്ത്യയിലേക്ക് സർവീസ് നടത്തുന്ന ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളടക്കം ഒട്ടുമിക്ക ഫ്ലൈറ്റ്സും ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റും.
സോ നമ്മളങ്ങനെ മുംബൈയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരിക്കൽ മുംബൈ എയർപോർട്ടിലേക്ക് വരുമ്പോൾ അദാനി എയർപോർട്ട് ലോഞ്ചിലൊക്കെ ഒന്ന് കയറണം. പിന്നെ ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്ന എയർപോർട്ട് ലോഞ്ച് ഫെസിലിറ്റി ഒക്കെ ഒന്ന് യൂസ് ആക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ല. കാരണം അദാനി എയർപോർട്ട് ലോഞ്ച് വരുന്നത് എയർപോർട്ടിലേക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് കയറി വരുന്ന ഭാഗത്താണ്. ബെൽറ്റ് നമ്പർ 13 നമ്മുടെ ലഗേജ് വരുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 മിനിറ്റിന് മുകളിലായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുംബൈ എയർപോർട്ടിൻ്റെ പുറമേ എന്നുള്ളൊരു വ്യൂ. ഇവിടെ എയർപോർട്ടിൻ്റെ എക്സിറ്റിൽ തന്നെ ടാക്സി ബുക്ക് ചെയ്യാനുള്ള കൗണ്ടേഴ്സൊക്കെ ഉണ്ട്. തൊട്ടു പുറമേ തന്നെ ഓട്ടോ സർവീസുകളും പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ ആണ്. എയർപോർട്ടിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു. എന്നിട്ട് ലോനാവാലയിലേക്ക് എവിടുന്നാണ് ബസ് കിട്ടുന്നത് അവിടേക്ക് നമ്മളെ കൊണ്ടുവിടാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഓക്കെ യെസ്. നമ്മുടെ ചേട്ടൻ നമ്മുടെ വണ്ടി ഓടിക്കണ ഓട്ടോ ചേട്ടൻ. ഇവരെവിടെയെന്ന് പറഞ്ഞാൽ ആരും ബ്രൗൺ ആയിട്ട് ഷർട്ടുള്ള ചേട്ടന്മാരല്ല, വൈറ്റ് കളർ ഷർട്ടുള്ള ചേട്ടന്മാരാണ് ഓട്ടോ ഓടിക്കുന്നത്. ഇവിടെ മുംബൈയിലേക്ക് വന്നപ്പോഴും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. भैया आपके लिए वो खाकी वर्दी ज़रूरी नहीं है कि मैं यहाँ कोई पूछता नहीं है क्या? ओ आपके जो जैसे भारत चला रहे हैं हाँ उनके लिए ओ നമ്മൾ ഈ റോഡിൻ്റെ മുകളിലൂടെ പോകുന്നത് ഹൈവേ ആണോ ഇനി അതോ മെട്രോ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സോ അറിയുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. സോ നമ്മളിവിടെ ചെയ്യുന്ന നമ്മളൊരു ടൂർ ഓപ്പറേറ്ററിൻ്റെ അടുത്താണ് എത്തിയിട്ടുള്ളത്. ഇവരുടെ ബസ് ഒരു 10-15 മിനിറ്റിലുള്ള എത്തുന്നതാണ് പറയുന്നത്. സോ നമ്മൾ ആ ഒരു ബസ്സിലായിരിക്കും വനവാലേക്ക് പോകുന്നത്. സോ നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. 70 ആണ് നമ്മുടെ നമ്പർ. ഇതാണ് നമ്മുടെ ബസ്. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ബസ്. ഇതാണ് നമ്മുടെ തേർഡ് അപ്പറിലാണ് നമ്മുടെ ബസ് വന്നിട്ടുള്ളത്. സോ നമ്മുടെ ബെഡ് സ്പേസ് ഒന്ന് വൃത്തിയിൽ പരിചയപ്പെടുത്തി തരാം. സോ ഈ കാണാനാണ് നമ്മുടെ ബെഡ് സ്പേസ്. ആൻഡ് ഇവിടെ ഒരു AC വെൻ്റ് ഉണ്ട്. ആൻഡ് ഇവിടെ നേരെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ AC വെൻ്റ് ഉണ്ട്. ആൻഡ് ഇവിടെ റീഡിംഗ് ലൈറ്റ്സ്, പിന്നെ ഇവിടെ നെക്കിൽ ഇവിടെ സാരി എടുക്കാൻ പാകത്തിനുണ്ട്. സോ സോ ഇപ്പോൾ നമ്മുടെ വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മുംബൈ ടൗണിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ കുറച്ച് ഏരിയകളൊക്കെ കാണാനുണ്ട്, കാണിച്ചു തരാം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ബോംബെയിൽ നിന്ന് പൂനെയിലേക്കുള്ള ഹൈവേയിലേക്ക് കൂടി നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഇപ്പോഴും ഇതിൻ്റെ ഈ ഒരു ഹൈവേ മാത്രമാണ് വികസിച്ചിട്ടുള്ളത്. സൈഡിലേക്ക് നോക്കുമ്പോൾ ഇപ്പോഴും കാണുന്നത് ഇതുപോലുള്ള ടൈപ്പ് വീടുകളൊക്കെയാണ്. നമ്മുടെ വണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മലയാളം സിനിമക്കാരൊക്കെ ഫേമസ് ആക്കിയിട്ടുള്ള ധാരാവിയിലേക്കൂടെയാണ്. ധാരാവി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഓർമ്മ വരുന്നത് പുലിവാൽ കല്യാണ സിനിമയിലത്തെ മണവാളിനെയും ധർമ്മേന്ദ്രനെയും ഒക്കെ ആയിരിക്കും. പിന്നെ ഓർമ്മ വരാൻ സാധ്യതയുള്ളത് ജഗന്നാഥൻ ഒറ്റ ദിവസം കൊണ്ട് ഒഴിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ രോമാഞ്ചം കണ്ടിട്ടുള്ള ഡയലോഗായിരിക്കും. ഒരുപാട് പഴക്കം ചെന്നിട്ടുള്ള കെട്ടിടങ്ങളും പിന്നെ നിറം മങ്ങിയിട്ടുള്ള കെട്ടിടങ്ങളുടെ ഇടയിലേക്കൂടെ ഉള്ളിലേക്ക് നീങ്ങുന്ന ഗലികളും പിന്നെ ഒരുപാട് സാധാരണ മനുഷ്യരെയാണ് നമുക്കിവിടെ കാണാനുള്ളത്. ഇപ്പം നമ്മൾ മുംബൈയിൽ നിന്ന് ഒരുപാട് ദൂരം പിന്നിട്ടിരിക്കുകയാണ്. ഏകദേശം ലോനാവാലയുടെ അടുത്തെത്താറായിട്ടുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയാൽ കാണുന്ന പോലെ വരണ്ടുണങ്ങിയിട്ടുള്ള കുന്നുകൾ റോഡിൻ്റെ ഇരുവശത്തൂടെ കാണാനുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു മണ്ടത്തരം കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മെയിൻ ലഗേജ് ബാഗ് ഈ ഒരു ബസ് സർവീസിൻ്റെ ടീമിൻ്റെ ഓഫീസിൽ വെച്ച് മറന്നിട്ടാണ് ഞാൻ ഓടിച്ചാടി വണ്ടിയിൽ വന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. ചേട്ടൻ്റെ പേര് आपका नाम क्या है भाई? मेरा नाम ज़हीर। ओके, तो हमारा गाड़ी चला रहा है ज़हीर भाई और उनके साथ है आपका नाम इरफान। तो इन दोनों हमें यहाँ तक पहुँचाया और बेंगलुरु जाने वाला शर्मा है और ये हाँ अभिलाष और केरला वाले हैं। हाँ हम केरला से हाँ केरला से അങ്ങനെ 400 രൂപ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ബസ്സിൽ നമ്മുടെ ബാറ്റിൽ വെച്ചിടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അപ്പോൾ തന്നെ 400 രൂപ വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ഒരു ഹൈവേൻ്റെ നോക്കിയിട്ടാണ് അത് പൂനെയിലേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പുറത്ത് കാണുന്ന വഴി ബോംബെ
മേലേക്ക് വളവഴി. യൂഷ്വലി സോളോ ട്രിപ്പ് പോകുമ്പോൾ ഞാൻ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ഒരുപാട് കാണിക്കാറുണ്ട്. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ വീഡിയോസ് കൂടുതൽ ചെയ്യാറുള്ളത്. സോ ഈ ഒരു വീഡിയോ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ വീട്ടുകാരും ഈ ഒരു മണ്ടത്തരം അറിയാൻ ചാൻസ് ഉണ്ട്. സോ നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണ് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു നല്ല സൂപ്പർ അമ്പലം പുതിയതായിട്ട് പണിയാണ്. നമുക്ക് പിന്നെ 2 മണിക്കൂർ സമയമുണ്ടല്ലോ, നമുക്ക് കണ്ടിട്ട് വരാം. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ടെമ്പിൾ, ജയാനന്ദാം എന്നാണ് ഒരു ടെമ്പിളിൻ്റെ പേര്. നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ ചന്ദ്രപ്രഭു സ്വാമിജി, ആദിനാഥ്ജി, പിന്നെ मुनीश्वरत स्वामी. ओके, ये उसको क्या, ये कोई He is the 20th Tirthankar of Jainism. There are 24 Tirthankars in Jain. Out of which he is the 20th. ओके ओके. सो वो नीचे वाला इससे पहले का था? 23rd. ओके ओके. 23rd. There are 24 Tirthankars. It is not in line. Oh. It's 9 Muniswar Swami alone. Visma. Out of 24, this is 17. ओके ओके. He is the first one. This is the first one. ഓക്കെ ഓക്കെ. സോ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ്, അമ്പലമൊക്കെ ചുറ്റി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ലഗേജായിട്ട് നമ്മുടെ അടുത്ത ബസ് ചാടാൻ വന്നു കൊടുക്കുന്നത്. സോ നമുക്കത് വാങ്ങിയതിന് ശേഷം തിരിച്ചു ഇവിടേക്ക് വീണ്ടും വന്നിട്ട് ഈ അമ്പലമൊക്കെ ഒന്ന് ചുറ്റിക്കാണ്. സോ നമ്മൾ ഓടി തുടങ്ങിയിട്ട് നമ്മുടെ ബാഗ് വീണ്ടും കളക്ട് ചെയ്തു. ഇനി നമ്മൾ വീണ്ടും ആ അമ്പലം പോയിട്ട് വീണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ പയ്യനെ കണ്ടുമുട്ടി. ആൾ JBK മെക്കാനിക്സിൽ വർക്ക് ചെയ്യാണ്, രാജസ്ഥാനിലാണ് വർക്ക് ചെയ്യണം. അപ്പോൾ ആൾക്ക് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിനായിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമുക്കൊരു കമ്പനിയായിട്ട് ആളെ കിട്ടിയിട്ടുണ്ട് അവിടെ വരെ നടക്കാനായിട്ട്. സോ ഇതാണ് നമ്മുടെ ആ അമ്പലത്തിൻ്റെ എൻട്രൻസ്. വീണ്ടും ഒന്നുകൂടി കാണിക്കുകയാണ്. സോ ഇവിടെ ഇത് ജൈനന്മാരുടെ അമ്പലമാണ്. സോ ഇത് കാണിക്കുന്നത് ജൈനന്മാരുടെ ആത്മീയ നേതാക്കളുടെ ഫോട്ടോ ആണ് ആ നേരിട്ട് കാണുന്നത്. സോ ഇവരുടെ ദൈവങ്ങളൊക്കെ നമ്മുടെ ഹിന്ദുസിൻ്റെ ദൈവങ്ങളുടെ പോലെ തന്നെയാണ് പേരുകളൊക്കെ. ഇത് ശനി മഹാദേവൻ. ആൻഡ് ഈ സൈഡിൽ കാണുന്നത് ഘണ്ടാകർണ മഹാവീരൻ എന്നുള്ള ദൈവമാണ്. ആൻഡ് ഇവിടെ നല്ല സൂപ്പർ രീതിയിലാണ് അമ്പലത്തിലെ പണി നടന്നുകൊടുക്കുന്നത്. അവിടെ മോളിലേക്ക് ഇത് 3 നിലയുണ്ട് സത്യത്തിൽ ഈ ഒരു ടെമ്പിളിന്. ഓരോ 3 നിലയും ഈ ജൈന മതത്തിൻ്റെ തീർത്ഥങ്കരന്മാരെയാണ് ഇവർ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത് തന്നെയായിട്ട് നമ്മുടെ ഗണപതിയും അങ്ങനെയുള്ള ദൈവങ്ങളൊക്കെയും കൂടി ഉണ്ട്. ഉള്ളിൽ കയറിയിട്ട് വിശദമായിട്ട് കാണിച്ചു തരാം. ഇവിടെ ഈ കാണുന്നതാണ് ഏറ്റവും താഴത്തെ നില. ഇവിടെ പത്മപ്രഭു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദൈവമാണ്. ഇതൊരു തീർത്ഥങ്കര ദൈവമാണ് ഫസ്റ്റത്തെ. ഇവിടെ ഷാക്കേശ്വർ പരമേനന്ദജി എന്നാണ് ആ ദൈവത്തിൻ്റെ പേര്. ജി. പിന്നെ ഇവിടെ പാർശ്വരക്ഷക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവിയും ആൻഡ് ഗണപതി ഇരിക്കുന്നുണ്ട്. ഇവിടെ വാസാപൂജ്യസ്വാമി, ഇതും ഒരു തീർത്ഥങ്കരം തന്നെയാണ് ഇവരുടെ. പറഞ്ഞില്ലേ ഈ ഒരു ടെമ്പിൾ 3 നിലയിലാണ് കൊണ്ടിട്ടുള്ളത്. സോ നമുക്ക് ഇങ്ങനെ സെക്കൻഡ് നിലയിലേക്ക് പോവാം. ഇവിടെ ചന്ദ്രപ്രഭു സ്വാമി എന്നാണ് ഈ ഒരു സ്വാമിയുടെ പേര്. ആൻഡ് അതിന് തൊട്ടിപ്പുറത്ത് ശ്രീ ആദിനാഥ്ജി എന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്. ആൻഡ് നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ വരുൺ യക്ഷ് എന്ന് പറഞ്ഞിട്ട് വരുണദേവനാണ് ഇവിടെ പാർശ്വത്തിലുള്ളത്. ഇവിടെ നാരദത്വ ദേവി എന്ന് പറഞ്ഞൊരു ദേവിയുണ്ട്. ആൻഡ് ഇത് ശ്രീ മുനി സ്വത്ത സ്വാമി എന്നാണ് ഈ ദൈവത്തിൻ്റെ പേര്. ഓക്കെ, എന്ത് ഭംഗിയല്ല കാണാനായിട്ട്. എല്ലാം അങ്ങനെ വൈറ്റ് മാർബിൾ ഉണ്ടാക്കിയിട്ട് മോൾ ഭാഗം നോക്കി. ഇവിടെ സൈഡിൽ കൂടെ നമുക്ക് അടുത്ത നേരത്തേക്ക് പോകും. ആൻഡ് ഇവിടെ ബുദ്ധനാണ്, ഗൗതം സ്വാമി എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവരൊക്കെ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കയറി മടുക്കും. എന്തായാലും വയസ്സായവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഇവിടെയുള്ള ദൈവത്തിൻ്റെ പേര്
ശ്രീ നേമിനാഥ്ജി എന്നാണ് ഈ ദൈവത്തിൻ്റെ പേര്. ഇദ്ദേഹം ഒരു തീർത്ഥങ്കരൻ തന്നെയാണെന്നാണ് തോന്നുന്നത്. സോ ഇവിടെ സർക്കാർ ദൈവത്തിൻ്റെ മാത്രം വിഗ്രഹമാണല്ലോ. സൈഡിലേക്ക് ഒരു വഴിയുണ്ട്, പോയി നോക്കാം. ഇവിടെ ഇങ്ങനെ ഏകദേശം ഒരു ബുദ്ധ വിഗ്രഹങ്ങളുടെ ആ ഒരു ഷേപ്പ് മാറ്റിയാൽ എങ്ങനെ ഉണ്ടാവും മാർബിളിലേക്ക്, അതേപോലെ തന്നെ ഏകദേശം ഹിന്ദു നിർമ്മാണ രീതികളും ബുദ്ധിസ്റ്റ് നിർമ്മാണ രീതികളും മിക്സ് ചെയ്ത പോലുള്ളൊരു നിർമ്മാണ രീതിയാണ് ഈ ഒരു ടെമ്പിളിനുള്ളത്. ഏകദേശം കുറച്ച് ദൈവത്തിൻ്റെ വിഗ്രഹങ്ങൾ. ഇത് സെക്കൻഡ് ഫ്ലോറാണ് കേട്ടോ. ഇവിടെ സരസ്വതി ദേവി ജൈനന്മാർക്കും ഉണ്ട്, നമുക്ക് മാത്രമല്ല അപ്പോൾ ഉള്ളത്. ആൻഡ് ഇതോ എന്താ നമ്മൾ നേരത്തെ കയറിയ എൻട്രൻസിൻ്റെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് താഴേക്ക് ഇറങ്ങാം, വേഗം പോവാം. വീഡിയോ ഭയങ്കര ഷേക്കായിരുന്നു എന്നറിയാം, ബിക്കോസ് ഐ എം എ ന്യൂബി ഇൻ ദിസ് ഫീൽഡ്, സോ ഫോർഗീവ്. സോ ഈ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു ടെമ്പിള്. ഇവിടെ ഒരു മലയാളം മോളുടെ ദൈവം ഇരിക്കുന്നുണ്ട്. ശ്രീ എനിക്ക് വായിക്കറിയണില്ല, ഇവരുടെ എന്തോ ഒരു ഭാഷയിലാണ് എഴുതിയേക്കണത്. കണ്ടിട്ട് മുരുകനോ നല്ലതാണോ, കയ്യിലൊരു മുയലോ കീരി എന്തോണ്ട്. ഇത് ലക്ഷ്മി ദേവിയാണ്. ആൻഡ് ഇപ്പുറത്തുള്ളത് പത്മാവതി അമ്മ, നല്ല ചുമപ്പ കളറിലാണുള്ളത് വിഗ്രഹം. ആൻഡ് ഇവിടെ ജയാനന്ദ് സൂരി മഹാരാജ്, ഇത് ഇവരുടെ ഒരു ഗുരുവാണ്. ഹായ്. സോ ലാസ്റ്റ് ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ക്യാമറ ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നു. സോ പിന്നെ നമുക്ക് അതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം അവിടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. അതിനുശേഷം റൂമിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു. സോ ഇതാണ് നമ്മുടെ റൂം, വളരെ നല്ല സൗകര്യമുണ്ട്. സോ ഇനി മടി പിടിച്ചിട്ടില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ ഓൺ പൂവിന് വേഗം തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.